നമസ്കാരം, ജിനുമാഷാണ്. മലയാളം പഠിക്കാം. 10-10 ഭാഗം നമ്പർ 22ലേക്ക് ഏവർക്കും സ്വാഗതം. 1. കായിക്കരയിലെ കടൽ കുമാരനാശാനുമായി ബന്ധമുള്ള മികച്ച ഒരു കവിതയാണ്. ഇത് ആരുടെ കവിതയാണ്? കടൽ ഉദയമാകുന്നു എന്ന് തുടങ്ങുന്ന ഈ കവിത ഡി വിനയചന്ദ്രൻ്റേതാണ്. 2. പൂവമ്പഴം എന്ന പേരിൽ കഥ എഴുതിയിട്ടില്ലാത്തതാര്? ശരി ഉത്തരം MT വാസുദേവൻ നായരാണ്. ബഷീറും മാധവിക്കുട്ടിയും കാരൂരും പൂവമ്പഴം എന്ന പേരിൽ കഥ എഴുതിയിട്ടുണ്ട്. 3. പുരുഷാന്തരങ്ങളിലൂടെ എന്ന കൃതി ഏത് സാഹിത്യ വിഭാഗത്തിൽപ്പെടുന്നു? ശരി ഉത്തരം യാത്രാവിവരണം ആണ്. ഇത് വയലാറിൻ്റെ ഇന്ത്യൻ യാത്രകളുടെ വിവരണമാണ്. 4. സഹൃദയൻ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ശരി ഉത്തരം സമാന ഹൃദയമുള്ളവൻ ആണ്. 5. ഭാഷാവൃത്തം ഏത്? മാലിനി, മഞ്ജരി, വിയോഗിനി, ശ്രദ്ധര. ഇതിൽ മഞ്ജരി ഭാഷാവൃത്തമാണ്. ബാക്കി 3 സംസ്കൃതവൃത്തമാണ്. 1-ാം വരിയിൽ 12ഉം 2-ാം വരിയിൽ 10ഉം അക്ഷരമുള്ള ഗാഥാവൃത്തമാണ് മഞ്ജരി. 6. ഒരു വസ്തുവിനെ കണ്ട് അതാണോ ഇത് എന്ന് സംശയിക്കുന്ന അലങ്കാരം. ഉത്തരം ഉൽപ്രേക്ഷയാണ്. കൃഷ്ണഗാഥയിൽ ഏറ്റവും അധികം പ്രയോഗിച്ചിട്ടുള്ള അലങ്കാരം ഉൽപ്രേക്ഷയാണ്. 7. പ്രഥമ JCB അവാർഡ് നേടിയ മുല്ലപ്പൂ നിറമുള്ള പകലുകൾ ആരുടെ നോവലാണ്? ശരി ഉത്തരം ബെന്യാമീൻ ആണ്. 8. കൃഷ്ണനാട്ടത്തിൻ്റെ സാഹിത്യരൂപം. ശരി ഉത്തരം കൃഷ്ണഗീതി ആണ്. ആട്ടക്കഥ കഥകളിയുടെയും തിരക്കഥ സിനിമയുടെയും ചുവടികൾ ചവിട്ടുനാടകത്തിൻ്റെയും തോറ്റം തെയ്യത്തിൻ്റെയും സാഹിത്യരൂപങ്ങളാണ്. 9. കഥകളി ചടങ്ങിൽ പെടാത്തത്. തോടയം, തിരനോട്ടം, ഭരതവാക്യം, മേളപദം. ശരി ഉത്തരം ഭരതവാക്യമാണ്. ഭരതവാക്യം ഉൾപ്പെടുന്നത് നാടകത്തിലാണ്. 10. കൂമൻകാവ് പശ്ചാത്തലമാക്കിയ മലയാള നോവൽ ഏത്? ശരി ഉത്തരം ഖസാക്കിൻ്റെ ഇതിഹാസമാണ്. OV വിജയൻ്റെ ഈ നോവലിലെ കേന്ദ്ര കഥാപാത്രമാണ് രവി. ഇത്തരത്തിലുള്ള കൂടുതൽ ചോദ്യങ്ങൾക്ക് മലയാളം മാഷ് ബ്ലോഗ് സന്ദർശിക്കാം. നന്ദി.